ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിൽ നമ്മുടെ അടുക്കള ജോലിയോടുകൂടിയാട്ടോ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ക്ലീനൊക്കെ ചെയ്തിട്ടിട്ടാണ് പോവാറ്. രാത്രിയിലുള്ള പാത്രം എല്ലാം കഴുകി ഞാൻ വയ്ക്കും കേട്ടോ. രാവിലെ ആകുമ്പോഴേ ഒന്ന് തുടച്ചൊക്കെ വയ്ക്കത്തുള്ളേ. അപ്പോൾ അങ്ങനെ തുടച്ചൊക്കെ ഇട്ടാലും രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേ ഒന്നൊന്ന് നനച്ചൊന്ന് തുടച്ചാലേ നമുക്കൊരു തൃപ്തിയാകത്തുള്ളൂ കേട്ടോ. എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിന് ശേഷമാണ് കേട്ടോ ചായയൊക്കെ വെച്ച് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്നതിന് ശേഷമാണ് വെള്ളമൊക്കെ കുടിക്കുന്നത്. ചായയൊക്കെ അതിന് ശേഷം വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് ചായ വെച്ച് കുടിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിടിയാണ് കേട്ടോ. അത് നമ്മൾ പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പം പിടിയും ചിക്കനും കൂടി കഴിക്കാം. അത് വേണ്ടാത്തവർക്ക്, ചിക്കൻ വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇട്ടാണെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ പിടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അവധി ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കേട്ടോ പിടിയൊക്കെ ഉണ്ടാക്കാറ്. എന്നാന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അത് കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ വലിയ. അപ്പോൾ വെക്കേഷനാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഞാൻ പിന്നെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക്, നമ്മുടെ പൊടിയിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഞാൻ ഒരു വലിപ്പമുള്ള വെളുത്തുള്ളി തന്നെയാണ്. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം ജീരകവും നന്നായിട്ട് ചതച്ച് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഒരു മുറി തേങ്ങയും കൂടി ചിരകി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിന് നമ്മൾ ഉരുളയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരുവത്തിന് നമ്മൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തിളയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, നമ്മൾ പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ വെള്ളത്തിലും ചേർക്കാൻ വേണ്ടിയിട്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പും ഇട്ട് കുറച്ച് തേങ്ങയും കൂടി അതിനകത്തേക്ക് ചിരണ്ടി ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഇങ്ങനെ പിടി ഉണ്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ചാറ് നന്നായിട്ട് കുറുകി വരണം ഇത് പിടിയുടെ. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആകട്ടോ. ഇത് പഞ്ചസാരയൊക്കെ കൂട്ടി കഴിച്ചാലും ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ പിന്നെ ഞാൻ അരിയും കൂടി ഇട്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അരി അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറക്കി വെക്കാമല്ലോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാപ്പി കുടിച്ചതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്കത്തെ ജോലിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പി കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ മീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ കായൽ വറ്റാന്നാണ് പറഞ്ഞു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മീനാണ് കേട്ടോ. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ അതിൻ്റെ മാംസം നല്ല തിക്കായിട്ടുള്ള മാംസമാണ്, നല്ല കട്ടിയുള്ള മാംസമുള്ള മീനാണ്. പക്ഷേ പുളി ഉപ്പുമൊക്കെ അങ്ങോട്ട് പിടിക്കാനായിട്ട് ഭയങ്കര പാടുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ലൊരു സുന്ദരി മീനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പിന്നെ ഒന്ന് ഉപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയ മീനൊക്കെ ഒരു 2ആയിട്ട് മുറിച്ച്, ചിലത് മുറിക്കേണ്ട ആ ഒരു ഇതിൽ ഞാൻ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉപ്പിട്ട് വാഷ് ചെയ്ത് 2-3 പ്രാവശ്യമൊക്കെ കഴുകി, ഒരു 3-4 പ്രാവശ്യം നമ്മൾ മീൻ കഴുകിയിട്ടുണ്ട്. അവർ വാഷ് ചെയ്തിട്ടാണ് തന്നെ ഉപ്പിട്ട് ക്ലീൻ ചെയ്താൽ തന്നെതെങ്കിലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് ഉരച്ച് അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കഴുകിയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് വെച്ചതിന് ശേഷം പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. അത് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയും അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താണ് ഞാനതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തേക്കണം. നമ്മൾ കറി വറ്റി വരണമല്ലോ. അപ്പോൾ വറ്റി വരണതനുസരിച്ച് വേണം വെള്ളം ഇത്തിരി അധികം ചേർത്ത് കറി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കറി വറ്റിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് ആ ബൗൾ തന്നെ ഒന്ന് കഴുകി അങ്ങോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് ഞാൻ എടുത്തിടുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് കറിവേപ്പില. ഇതിനകത്തേക്ക് മാങ്ങ ഇട്ടാണ് ഞാൻ മീൻ വയ്ക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചി അങ്ങനെയുള്ള വെളുത്തുള്ളിയൊന്നും ഞാൻ മാങ്ങ ഇടുമ്പോൾ മീനിലിടാറില്ല കേട്ടോ. എല്ലാവരും എങ്ങനെയാണോ, ചില ആൾക്കാർ ഇതൊക്കെ ഇടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മാങ്ങ ഇടുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇടാറില്ല. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ അതും ചേർത്ത് ഞാൻ ഒന്ന്
മീൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് പിന്നെ നമ്മൾ മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ മാങ്ങ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല. അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മൾ മാങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് മാങ്ങ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം ഞാൻ മാങ്ങ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എണ്ണ ഒക്കെ ചേർത്ത് ഇനി അത് കറി വറ്റാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ കോവയ്ക്കയും കൂടി ഒന്ന് മെഴുക്ക് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ അത് നമ്മുടെ അരിയും വെന്തിട്ടുണ്ട്, അതൊന്ന് അടച്ചിടണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാകും, പക്ഷേ ഞാനിങ്ങനെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചാൽ കേട്ടോ മറിഞ്ഞു പോവാതിരിക്കാനായിട്ട്. നമ്മൾ അടച്ച പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് കഞ്ഞിവെള്ളം ഇരിക്കുന്നുണ്ട്, അത് ഒഴിവാക്കാനൊന്നും പോയില്ല. പെട്ടെന്ന് ഞാൻ ഇതിനകത്ത് അടച്ചിടും കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഏകദേശമൊക്കെ നമുക്ക് കറി ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനത് സിമ്മിലിട്ട് തുണിയൊന്ന് വിരിക്കാൻ പോവാം കേട്ടോ. തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.